ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കലക്കൻ സിനിമാസ്. അപ്പൊ ഇന്നത്തെ സിനിമ അപ്ഡേറ്റുകൾ എന്തെല്ലാം നോക്കാം. സൂര്യയുടെ 46ാമത്തെ ചിത്രമായ വിശ്വനാഥൻ സൺസിന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. ഇതാണ് സെക്കൻഡ് ലുക്ക് പോസ്റ്റർ. ചിത്രത്തിൽ മമിത ബൈജു ഒരു പ്രധാന വേഷത്തിലെത്തിയിട്ടുണ്ട്. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇതായിരുന്നു. അപ്പോൾ ഇന്നലെ തന്നെ ചിത്രത്തിന്റെ ടൈറ്റിലും അതുപോലെ തന്നെ ഫസ്റ്റ് ലുക്കും സെക്കൻഡ് ലുക്കും അതുപോലെ റിലീസ് ഡേറ്റും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചിത്രം ജൂലൈയിലാണ് തിയേറ്ററിലെത്തുന്നത്. രാധിക ശരത് കുമാർ പ്രധാന വേഷത്തിലെത്തിയ തായ്ക്കിളവി 3 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 22 കോടി രൂപ നേടിയിരുന്നു. ചിത്രം ആകെ തമിഴ്നാട്ടിലും ഓവർസീസിലും മാത്രമാണ് മെജോറിറ്റി ആയിട്ട് റിലീസായത്. കേരളത്തിലൊന്നും റിലീസായില്ല. ചിത്രം 3 ദിവസം കൊണ്ട് തന്നെ 22 കോടി എന്ന് പറയുന്നത് വളരെ വലിയൊരു കളക്ഷനാണ്. ചിത്രം സൂപ്പർ ഹിറ്റിൽ നിന്നും ബ്ലോക്ക് ബസ്റ്ററിലേക്ക് പോവുകയാണ്. അപ്പോൾ ഫെബ്രുവരിയിൽ തമിഴ്നാട്ടിൽ 2 ചിത്രങ്ങളാണ് ബ്ലോക്ക് ബസ്റ്റർ ആയത്. ഇതിന് മുമ്പ് ബ്ലോക്ക് ബസ്റ്റർ ആയത് ഫെബ്രുവരിയിൽ അനശ്വര നായികയെത്തിയ വിത്ത് ലവ് എന്ന് പറഞ്ഞ ചിത്രമായിരുന്നു. ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 35 കോടിയോളം നേടിയിരുന്നു. ചിത്രത്തിന്റെ OTT സ്ട്രീമിംഗ് ഈ ആഴ്ച ആരംഭിക്കും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മാർച്ച് ഏപ്രിൽ റിലീസാവുന്ന ചിത്രങ്ങളുടെ ലിസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ധനുഷിന്റെ കറ ഏപ്രിൽ 30-ന് റിലീസാവും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഒഫീഷ്യൽ ഡേറ്റ് വന്നിട്ടില്ല. എങ്കിലും ഒഫീഷ്യലി അവർ പ്രഖ്യാപിച്ചില്ലെങ്കിലും ഏപ്രിൽ 30-നാണ് അവർ പ്ലാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു. നമ്മൾ ആ വീഡിയോ ചെയ്തതിന് ശേഷം അവർ ഒഫീഷ്യലി തന്നെ ഒരു പോസ്റ്ററോടെ തന്നെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ധനുഷിന്റെ കറ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് ഏപ്രിൽ 30-ന് തന്നെ തിയേറ്ററിലെത്തും. ഒരു 3-4 ആഴ്ചയായിട്ട് തമിഴ്നാട്ടിൽ വിജയുടെ 2 ചിത്രങ്ങൾ റിലീസായി. ഇതിൽ ഗില്ലി ഓൾറെഡി റിലീസായ ചിത്രമായിരുന്നു, വീണ്ടും ഇപ്പോൾ റിലീസായിരിക്കുകയാണ്. അപ്പോൾ രണ്ടാമത് റിലീസായിട്ടും ഗില്ലി സൂപ്പർ ഹിറ്റ് ആയിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ 3 കോടിക്ക് മുകളിൽ നേടിയിരുന്നു. അതിനുശേഷം റിലീസായത് വിജയുടെ തെറിയാണ്. അറ്റ്ലിയും വിജയും ആദ്യമായി ഒന്നിച്ച ചിത്രം പക്ഷേ ആദ്യ റിലീസിൽ ബ്ലോക്ക് ബസ്റ്റർ ആയെങ്കിലും റിലീസിൽ ചിത്രം പരാജയപ്പെടുകയായിരുന്നു. 3 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ നിന്നും 1 കോടിക്ക് താഴെയാണ് തെറി റിലീസിൽ നേടിയത്. തെറിയുടെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് വി ക്രിയേഷൻസ് ആണ്. അവരുടെ അടുത്ത റിലീസ് എന്ന് പറയുന്നത് കബാലിയാണ്. കബാലി ജൂലൈയിലാണ് റിലീസ് ആവുന്നത്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് രജനീകാന്ത് കമൽഹാസനും ഒന്നിക്കുന്ന ചിത്രത്തിൽ നിന്നുമാണ്. ചിത്രം ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് അവർ ഫിലിമിലാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നതെന്നാണ്. അതുകൊണ്ടാണ് എക്സ്പീരിയൻസ് ക്യാമറാമാനായ രാജീവ് മേനോനെ കമ്മിറ്റ് ചെയ്തിരിക്കുന്നതെന്നും പറയപ്പെടുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ദിവസവും ഇതുപോലെ സിനിമ അപ്ഡേറ്റും ബോക്സ് ഓഫീസ് അപ്ഡേറ്റും അതുപോലെ റിവ്യൂ ഒക്കെ പറയുന്നതായിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വെച്ചോ. അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം.